സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനമാണ് കാസർഗോഡ് കുനിയിൽ. എക്സ്പോ അടിപൊളിയാണ്. അതുപോലെ സ്ത്രീകളും കുട്ടികളും പുരുഷാരവും ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനമാണ് ഇത്തവണ. ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സമ്മേളനം. ഇതിനു മുൻപൊന്നും സമസ്തയുടെ സമ്മേളനം ഇത്ര ജനകീയമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല. ഏറ്റവും മികച്ച സംഘാടനമുണ്ട്. അപ്പോൾ അതാ മദീനത്തു നിന്ന് കൊണ്ടുവന്ന പതാകയടക്കം കൊണ്ടുവന്ന 100ഓളം പതാകകൾ കൊണ്ടാണ് ഈ ഒരു സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. ഇതിലേറ്റവും എനിക്ക് സവിശേഷമായി തോന്നിയത് ഇതിനു മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ ബഹുജനത്തിൻ്റെ ഒരു പങ്കാളിത്തമാണ്. അതായത് സാധാരണ ഉസ്താദുമാർ അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തയുടേതാണെങ്കിൽ കുറച്ച് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, അങ്ങനെ ഒരു പുരുഷാരം മാത്രമാണ് സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് മാറിയിട്ട് എക്സ്പോ കാണാനൊക്കെ സ്ത്രീകളടങ്ങുന്ന ഒരു വലിയ ജനവിഭാഗം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പബ്ലിക് ഈ ഒരു സമ്മേളനത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അതിന് മുൻപ് 2 വീഡിയോ ചെയ്തപ്പോഴൊക്കെ സുന്നി വിഭാഗത്തിൽ നിന്ന് കഴിയുന്നതിന് വലിയ പരിഹാസങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ഗിന്നസ് റെക്കോർഡ് നേടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സമ്മേളനമാണ് വലുത്, ഈ സമ്മേളനമൊക്കെ തല്ലിപ്പിരിയും, ഇങ്ങനെ സുന്നികളായിട്ട് കൂടി ഈ സമ്മേളനം തല്ലി പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് അങ്ങനത്തെ ഒരു ഉള്ളിലൊരു അസൂയ വെക്കുന്നത്? എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ സമ്മേളനത്തിന് പോയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എക്സ്പോക്കോ മറ്റൊക്കെ പോയിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ ഷെയർ ചെയ്യും. എങ്ങനെയുണ്ട് എക്സിബിഷൻ? ഞാൻ പോയ ചില ആളുകളുടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഗംഭീര എക്സ്പീരിയൻസ് ആണ് എക്സിബിഷൻ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പഠിക്കേണ്ട ഇസ്ലാമിൻ്റെ വളർച്ചയുടെ മറ്റൊരുപാട് കാലിഗ്രഫി, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളിൽ ഈ എക്സിബിഷൻ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും പോയ ആളുകൾക്കൊട്ട് നഷ്ടമല്ല. പിന്നെ ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു സംഘാടനം വളരെ മോശമാണ്, ഭയങ്കര തിരക്കാണ്, സ്ത്രീകൾ അഴിഞ്ഞാടാണ്, സ്ത്രീകൾക്കും കൂടി കാണാവുന്നൊരു എക്സിബിഷനാണ്. അപ്പോൾ നല്ല റിപ്പോർട്ട് ചാനൽ വാർത്തയുണ്ട്, ആദ്യമായിട്ട് സ്ത്രീകളെ പുറത്തിറക്കി സമസ്ത, സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുത്തു, ഇത് മുജാഹിദുകാർ ആഘോഷിക്കുകയാണ്. അങ്ങനെയൊന്നും അതിനെ കാണേണ്ടതില്ല. സ്ത്രീകളും കൂടിയിട്ട് കാണേണ്ടുന്ന ഒരു എക്സിബിഷൻ ആയതുകൊണ്ട് ഇവിടെ സ്ത്രീ വോളണ്ടിയർമാരുണ്ട്. തികഞ്ഞ ഇസ്ലാമിക അച്ചടക്കത്തിൽ തന്നെയാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം കൊടുത്തിട്ടുള്ളത്. അവർ വരുന്ന ആളുകൾ സ്ത്രീകൾ കൂട്ടമായിട്ട് വരുന്നു, അവർ വരേണ്ടുന്ന ആളുകളോടൊപ്പം വരുന്നു. അല്ലാതെ മറ്റു പൂരപ്പറമ്പ് പോലെയുള്ള ഒരു സമ്മേളനമല്ല സമസ്തയുടെ സമ്മേളനം. അതൊക്കെ സമസ്തയുടെ സമ്മേളനത്തിന് ബഹുജന പങ്കാളിത്തം കാണുമ്പോഴുള്ള കണ്ണുകടിയിൽ പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ്. പിന്നെ മാനുഷികമായിട്ടുള്ള വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കാം, അത് സംഘാടനത്തിലും മറ്റൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും പോയവരിൽ നിന്ന് കിട്ടിയൊരു വിവരം, ഇത് സമസ്ത ചരിത്രത്തിലൊന്നുമില്ലാത്ത രീതിയിൽ ബഹുജന പങ്കാളിത്തമുള്ള ഏറ്റവും മികച്ച ഒരു സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ ഈ കാസർഗോഡ് കുനിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രബലമായിട്ട് പറയേണ്ടത് സ്ത്രീകൾ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം അതിന് പാർട്ടിസിപ്പൻ്റാണ്, അതിന് വോളണ്ടിയർമാരായിട്ട് അതിൻ്റെ ആളുകൾ തന്നെയുണ്ട്. എന്തായാലും പോകാത്ത ആളുകളുണ്ടെങ്കിൽ പരമാവധി ആ സമ്മേളന നഗരിയിലേക്ക് പോവാം. പോയ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ ഷെയർ ചെയ്യണേ. ഇത് ചരിത്ര സംഭവമാണ്. കാരണം ഇനി ഒരു 100 വർഷത്തിൻ്റെ സമസ്തയുടെ ആഘോഷങ്ങൾ ഇനിയത് ആഘോഷിക്കണമെങ്കിൽ 200 വർഷമാവണം. അപ്പോഴേക്കും നമുക്ക് ആയുസ് ഉണ്ടാവില്ല. കാരണം ഈ ഒരു സമ്മേളന നഗരി, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഇത്തരമൊരു സമ്മേളനത്തിന് പാർട്ടിസിപ്പൻ്റ് ആവാൻ കഴിയും.